നമ്മുടെ ജബ്രിക്ക് 10 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ നോമിനേഷനിലുണ്ട്, വൃത്തിക്ക് നിൽക്കാന്നുള്ളൊരു വിചാരമില്ല. ആളിപ്പോഴും നെഗറ്റീവിലൂടെ ആണെങ്കിലും ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിക്കണം എന്നുള്ള ശ്രമത്തിലാണ്. പക്ഷെ വെറുപ്പീരാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തിട്ടും ആൾ ആ ലെവലിൽ നിൽക്കുന്നില്ല. പറഞ്ഞു വരുന്നത് ഇന്ന് ജിൻഡോ എടുത്തൊരു റൂളാണ്, ഞാനത് പ്യുവർലി റെസ്പെക്ട് ചെയ്യുന്നതാണ്. ഇവൻ ഞാനിവിടെ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞതാണ് പവർ ടീമിന് എന്തുകൊണ്ട് ഇവരുടെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൂടാന്നുള്ളത്. ജിൻഡോ ഒന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്, ഹോളിൽ കിടക്കാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ റൂം തന്നിട്ട് റൂമിൽ കിടക്കാൻ പറ്റുള്ളൂ. അത് വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ജബ്രി ലൈക്ക് അവർ രണ്ടുപേരും അവിടെ ഉണ്ട്, ഇവന് റൂമിൽ കിടക്കാൻ പറ്റില്ല. മറ്റേ ജാൻ മാറിയാണ് കിടക്കുന്നത്. പിന്നെ ഏത് ടീമാന്ന് അതിനകത്ത് അവർ മെൻഷൻ ചെയ്യുന്നില്ല. ജബ്രി പറഞ്ഞൊരു വാക്കാണ്, അവർ രണ്ടുപേരുടെ നടുക്ക് കിടന്ന് ഞാൻ ജാസ്മിൻ ഉറങ്ങാൻ പറ്റില്ല. അപ്പോഴേക്കും ജാസ്മിൻ വന്നിട്ട് ഞാൻ ഉറങ്ങിക്കോളാം ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ്റെ ഉറക്കത്തിനെ പറ്റിയിട്ട് വരെ നമ്മുടെ ഗബ്രിക്ക് ഭയങ്കര ശ്രദ്ധയാണ്. എന്ത് തന്നെയാണെങ്കിലും റസിൻ ഭായ് വന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല. ജിൻഡോ ഫുൾ ഓൺ പവർ എടുത്തിട്ട് വന്ന് എന്ത് തന്നെയാണെങ്കിലും ഇവിടെ കിടക്കാൻ പറ്റില്ല, അത് ഇവിടെ എന്തായാലും നീ ഉറങ്ങില്ല, നീ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം, ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കണം, അപ്പം നീ അകത്ത് പോയി കിടക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് നമ്മുടെ ഗബ്രി ആസ് യൂഷ്വൽ, ഗബ്രിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പവർ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. പവർ കയ്യിൽ നിന്ന് പോയതിൻ്റെ ഒരു വൈക്ലപ്പ് നന്നായിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കും, ഞാൻ ഉറങ്ങില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിൻഡോ ഒറ്റ സ്റ്റാൻഡ്, അകത്ത് പോയി കിടന്നോളണം, രണ്ടുപേരും അകത്ത് പോയി കിടന്നോളണം, അവിടെ പോയി ഉറങ്ങിയില്ലെങ്കിലും വേണ്ടില്ല ഉറങ്ങിക്കോളണമെന്ന്. നമ്മുടെ കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് ജാസ്മിൻ പറഞ്ഞ കാര്യമാണ്, ഗബ്രി ഉള്ളതുകൊണ്ട് ഒരു സമാധാനം, ഗബ്രിയാണ് എനിക്ക് കംഫർട്ട്, ഗബ്രിയാണ് എനിക്ക് ട്രസ്റ്റ്, ഗബ്രിയാണ് എനിക്ക് എല്ലാം എന്ന് പറഞ്ഞിട്ട് ജിൻഡോ പറഞ്ഞൊരു വാക്കുമ്പോൾ ജാസ്മിൻ കയറിയിട്ട് അവർ കുന്തലിപ്പ് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവർക്ക് രണ്ടുപേർക്കുമുള്ള റൂം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും വന്നിട്ട് ഇതേ ഇവരെന്ന് പറഞ്ഞിട്ടുള്ള വർത്താനം പറയേണ്ട, അവൻ്റെ റൂം എൻ്റെ റൂം, അങ്ങനെ തിരിച്ചു വളച്ചോടിക്കണ്ടെന്നുള്ളത്. ജിൻഡോ അതൊരു നോർമൽ ടോക്കിൽ ഇവർ എപ്പോഴും അടയും ചക്കരയാണല്ലോ, എപ്പോഴും അമൃതരെ ആ വാഴയുടെ അടുത്ത് പോയിട്ടാണ് ഇവർ ഇരിക്കാറുള്ളത്. അപ്പോൾ അത് പറഞ്ഞതിന് ഇത്രയും ഷോ ജാസ്മിനോട് കാണിക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും വൃത്തിക്ക് നല്ല ഷോ ആണ് കാണിക്കുന്നത്. അപ്പം ജിൻഡോ അതിൽ നിന്ന് ഒരു മാറ്റവും നിന്നില്ല. ജിൻഡോന്റെ സൗണ്ട് മാറി, ടോൺ മാറി, ആറ്റിറ്റ്യൂഡ് മാറി, നല്ലൊരു ഗെയിം ചേഞ്ചറായിട്ട് ജിൻഡോ വരുന്നുണ്ട്. പവർ ടീം പവർ ഉപയോഗിച്ച് അവർ രണ്ടുപേരും അകത്ത് കൊണ്ടുപോയി കിടത്തി. പക്ഷെ വേറൊരു വള്ളി ചെറുതായിട്ട് ജിൻഡോയ്ക്ക് കിട്ടി. ഇത് കഴിഞ്ഞതിന് ശേഷം ജിൻഡോയും ജാൻമോനും കൂടി വലിക്കാൻ പുറത്തോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ രശ്മി ഭായിയും അപ്സരയും ഒന്ന് എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ വലിക്കാൻ പോവാണ്. അപ്പോൾ ജിൻഡോ പറഞ്ഞു ആ പ്രഷർ ഒന്ന് മാറിയിട്ടൊന്ന് വലിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴേക്കും അപ്സര വന്നിട്ട് പറഞ്ഞു അത് പറ്റത്തില്ല, പവർ ടീം ഉറങ്ങിയല്ല ഞങ്ങൾ ഉറങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ടൊരാപ്പ് ഇങ്ങോട്ടൊരാപ്പ്. ശരിക്കും പിന്നെ അപ്സരയ്ക്ക് അത് പറയേണ്ട ആവശ്യമില്ല. പവർ ടീമിൻ്റെ പവർ അവർക്ക് ഉപയോഗിക്കാം, അത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് വലിക്കുക എന്നുള്ളത്. പുള്ളിക്ക് പ്രഷർ കയറിയപ്പോൾ അത് വലിച്ചൊന്ന് മാറ്റണമെന്ന് പറഞ്ഞു, അവർ സമ്മതിച്ചില്ല. ജിൻഡോ എന്ത് ചെയ്തു, ശരി ഞാൻ വലിക്കല്ലേ പറഞ്ഞിട്ട് പോയി. പക്ഷേ ജാൻമണി ആരാ മോള്, പിന്നെ വലിക്കേണ്ടതൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ആൾ പുറത്തേക്ക് പോയി. അപ്പോൾ ഇത് പവർ ടീമിൻ്റെ ഫസ്റ്റ് റൂള് തെറ്റിച്ചല്ലോ. ഗബ്രി പറയുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോ റൂളാണോ എന്നുള്ളത്. അവിടെ ലിവിങ് റൂമിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല, ആ ഒരു റൂളും ഒരാൾക്ക് പ്രഷർ വന്നപ്പോൾ പുറത്ത് പോയി വലിച്ചതിൻ്റെ റൂളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യം പറയാലോ, നല്ല രീതിയിൽ രണ്ട് ടീമും വെറുപ്പിക്കുന്നുണ്ട്. രണ്ട് ടീം ഇൻ ദ സെൻസിലേക്ക് ജബ്രി വെറുപ്പിക്കുന്നുണ്ട്. അപ്പോൾ നോമിനേഷനിലാണെങ്കിൽ പോലും നല്ല രീതിയിൽ നിന്നിട്ട് ആ ഒരു പ്രേക്ഷകരുടെ മനസ്സിലൊരു ഇടം നേടാനുള്ള ശ്രമം പോലും നടത്താതെ വെറുപ്പിക്കൽ കൂടുതലാണ്. പക്ഷെ ജിൻഡോ ഫുൾ ഓൺ പവറായിട്ട് കയറി വരുന്നുണ്ട്. ജിൻഡോന്റെ പവർ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലിവിങ് റൂമിൽ കിടക്കാൻ പറ്റില്ല, അത് ആ ടോൺ വാസ് റിയലി ഇംപ്രസ്ഡ്. ഇവിടെ കിടക്കാൻ പറ്റില്ല, നീ എല്ലാം തീരുമാനിക്കണം, ഞാനാ തീരുമാനിക്കണം, അകത്ത് പോയി കിടന്നോളാം, രണ്ടുപേരും ഇവിടെ കിടക്കാൻ പറ്റില്ല, അവിടെ ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും വേണ്ടില്ല, അവിടെ പോയി കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ സ്ഥലമുണ്ട്, അവിടെ കിടക്കാനുള്ള സ്ഥലമല്ല എന്നുള്ളത്. ദാറ്റ് വാസ് സിംപ്ലി സൂപ്പർ. ജിൻഡോ വേറെ ലെവലായിട്ട് കയറി വരുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ മനസ്സുകളിൽ ഇടം പിടിക്കുന്നുണ്ട് ജിൻഡോ ആ പവർ ലെവൽ. ഇത്തവണ ലാലേട്ടൻ വരുമ്പോൾ ജിൻഡോ പവർ ഹാൻഡിൽ ചെയ്തത് ഫുൾ ഓൺ എനിക്ക് തോന്നുന്നു 100 ഔട്ട് ഓഫ് 100 കിട്ടും എന്നുള്ളത്. ജബ്രി തേഞ്ഞു തുടങ്ങി, ഒട്ടി തുടങ്ങി.